ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചൂസ് ഡിസൈൻ. ഇന്ന് നമ്മളൊരു ബ്ലാക്ക് കളറിലെ മെറ്റീരിയൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി സിൽക്ക് ത്രെഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 കളറിലെ സിൽക്ക് ത്രെഡ്, ഒരു ഗ്രീന്, പിന്നെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്, യെല്ലോ അല്ല കേട്ടോ, ഒരു ഗോൾഡൻ ഷെയ്ഡാണ് വരുന്നത്, പിന്നെ റെഡ്, പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ്, പിന്നെ നമുക്ക് സീക്വൻസും വേണം, പിന്നെ നമുക്കൊരു ഗോൾഡൻ ബീഡ്സും കൂടെ വേണം. ഷുഗർ ബീഡ്സാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലത്തെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ്സും ഇത്രയും ത്രെഡ്സും സീക്വൻസും ആണ് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്കിൻ്റെ ലെങ്തും ഒക്കെ അനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഒരു യു ഷേപ്പിലാണ് കേട്ടോ വരുന്നത്. വൈഡ് ആക്കേണ്ടവർക്ക് വൈഡ് ആക്കാം, വി ഷേപ്പ് വേണ്ടവർക്ക് വി ഷേപ്പിൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് കണ്ടോ കുറേ റൗണ്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ റൗണ്ട്സ് എന്ന് പറയുന്നത് എല്ലാം ഫ്ലവേഴ്സാണ് കേട്ടോ വരുന്നത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ്, പിന്നെ കുഞ്ഞു കുഞ്ഞു ബീഡ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ തിക്കായിട്ടുള്ളൊരു ഡിസൈനല്ല, കുറച്ച് അകത്തിയിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പം ഇത് ബ്ലാക്കിലായപ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിസൈനായിട്ടോ ഇത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാവേ. അതുപോലെ അതിൻ്റെ ആ ഒരു യു ഷേപ്പിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതിനുശേഷം താഴേക്ക് അതിൻ്റെ ഒരു വിട്ടെന്ന് പറയുന്നത് ഒരു 2.5 ഇഞ്ചോ അല്ലെങ്കിൽ 3 ഇഞ്ചോ നിങ്ങൾക്ക് എടുക്കാം താഴെ നിന്ന്. അതായത് നെക്കിൻ്റെ ബോർഡർ ഭാഗത്തുനിന്ന് താഴേക്ക് വീണ്ടും ഒരു യു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് ഒരു 2.5 ഇഞ്ചിൽ നമുക്ക് താഴേക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച്. വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നത് നിങ്ങളുടെ ഇഷ്ടം മാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു 2.5 അല്ലെങ്കിൽ 3 ഇഞ്ചാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുറേ റൗണ്ട്സ് നമ്മുടെ ഒരു സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ട് കുറച്ച് റൗണ്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു റൗണ്ട്സും വലിയ റൗണ്ട്സും അങ്ങനെ ഇടവിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ റൗണ്ട്സിൻ്റെ അകത്തൊരു ചെറിയൊരു റൗണ്ടും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വരുന്നതാണ്. അത് ആ മുകളിലത്തെ നിരയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു 2 റൗണ്ടായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് വലിയൊരു റൗണ്ടും അതിനകത്തൊരു കുഞ്ഞു റൗണ്ടും ചെയ്തിരിക്കുന്നത് മുകളിലത്തെ നിരയിൽ മാത്രമാണ്. താഴേക്ക് വരുന്തോറും നമുക്ക് ഈ ഒരു റൗണ്ട്സൊക്കെ സ്പ്രെഡ് ചെയ്ത പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ആ കുഞ്ഞു റൗണ്ടിൽ ആദ്യം ഒരു വൈറ്റ് കളറിലെ പേളൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പേള് യൂസ് ചെയ്ത് ചെയ്യണം. അപ്പോൾ അത് വേണ്ടതുണ്ടെങ്കിൽ ഗോൾഡൻ കളർ തന്നെ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു വൈറ്റ് കളറിലെ പേള് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനെ ഒന്ന് ലോക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനൊന്ന് നന്നായിട്ട് ലോക്കിട്ട് കൊടുത്തിട്ട് ആണ് നമ്മൾ ബാക്കി വർക്കുകൾ ചെയ്യുന്നത്. സാധാരണ നീഡിൽ വെച്ചിട്ടും ത്രെഡ് വെച്ചിട്ടും നമുക്ക് ആ ഒരു ബീഡ്സ് ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചെയ്യേണ്ടത് കൊണ്ട് ആ ഒരു ത്രെഡ് തന്നെ യൂസ് ചെയ്തു. അപ്പോൾ 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് പതിയെ താഴേക്ക് വലിച്ചു കൊടുക്കുക. നമുക്കൊരു ഫ്രഞ്ച് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ ടൈറ്റാക്കി വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലെ അതിന് ചുറ്റും ആ ഒരു ബീഡ്സിന് ചുറ്റും ഫ്രഞ്ച് നോട്ട് ആ ഒരു കുഞ്ഞു റൗണ്ട് നമ്മൾ വരച്ചില്ലേ, അതിനോട് ചേർന്നിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. പുറത്തേക്ക് പോവല്ലേ. അപ്പോൾ അതിനോട് ചേർന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞു റൗണ്ടിൽ നമുക്കങ്ങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടോ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേപോലെ തന്നെ തൊട്ടടുത്തായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾക്ക് ഈ ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ പുറത്തേക്കാണ് നമ്മളൊരു പിങ്ക് ഷെയ്ഡിലുള്ള ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ത്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഭാഗത്തേക്ക് റിംഗ് നോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ താഴേക്ക് വലിച്ചു കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ ആദ്യം ചെയ്തില്ലേ ഒരു ഫ്രഞ്ച് നോട്ട് റെഡ് കളറിലെ, അപ്പോൾ അതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും ഒരു റോസ് കളറിലെ ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ത്രെഡ് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആദ്യമേ റിംഗ് നോട്ടുള്ള ഭാഗമൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് റിംഗ് നോട്ട് സ്റ്റിച്ച് നിങ്ങളെ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ റിംഗ് നോട്ട് സ്റ്റിച്ച് തന്നെയാണ് നമ്മുടെ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ പുറത്തായിട്ട് വരുന്നത്. അത് നമ്മുടെ പിങ്ക് ഷെയ്ഡിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ നമ്മൾ ആ ഒരു ത്രെഡ് വൈനെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പിങ്ക് ഷെയ്ഡ് വെച്ചുള്ള ത്രെഡ് വെച്ചിട്ട് നമുക്കിനി റിംഗ് നോട്ടൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ 2 ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അപ്പോൾ ഇതേപോലെ റിംഗ് നോട്ട് നമുക്കങ്ങ് ചെയ്ത് കൊടുക്കാവേ.
അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനായിട്ടോ. ബിഗിനേഴ്സിന് ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് വലിയ വർക്കുകളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഈ സ്റ്റിച്ചസൊക്കെ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ കോട്ടൺ ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് കണ്ടോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റിങ്ങിനോട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുഞ്ഞു ഭാഗമൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സിനും ചുറ്റിനും നമ്മൾ പേൾസ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേ കണ്ടോ, നമ്മൾ അടുത്ത ഫ്ലവറിനും നമ്മൾ ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 സ്റ്റിച്ചസ് വന്നിട്ടുള്ളൂ. ഫ്രഞ്ച് നോട്ടും റിംഗ് നോട്ടും മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ മാറ്റി മാറ്റി കൊടുക്കുക. അപ്പോൾ മുകളിലത്തെ നിരയിലാണ് നമ്മൾ 2 ഫ്ലവറായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ടും പുറത്തേക്ക് വരുമ്പോൾ ഒരു റിംഗ് നോട്ടും ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം ത്രെഡ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരു ഗോൾഡൻ കളറിൽ ത്രെഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതേപോലെ ഒന്ന് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇനി നമ്മളുടെ ആ ഒരു സീക്വൻസ് എടുക്കുക. ആ ഒരു റൗണ്ട് കണ്ടില്ലേ, ആ റൗണ്ടിൽ നമ്മൾ ആ സീക്വൻസ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ എപ്പോൾ ചെയ്താലും സെൻറ്ററിൽ ഒരു പേൾ ഫിക്സ് ചെയ്ത് കൊടുക്കണേ, എന്നിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ലോക്കിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നിരയിൽ നമുക്ക് സീക്വൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓരോ സീക്വൻസായിട്ട് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ആദ്യത്തെ നിരയിൽ നമ്മൾ ഇതേപോലെ സീക്വൻസ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ഇനി അതിന് ശേഷം രണ്ടാമത്തെ ഒരു ലെയറും കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത സീക്വൻസിൻ്റെ ഇടയിൽ കൂടി വേണം ത്രെഡ് എടുക്കാനായിട്ട്. അതായത് ഒരു സീക്വൻസ് കുറച്ചൊന്ന് പൊക്കി നോക്കിയിട്ട് അതിൻ്റെ അടിയിൽ കൂടി തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ല ഓർഡർ ആയിട്ടുള്ള ഒരു ഫ്ലവർ കിട്ടും, സീക്വൻസ് ഫ്ലവർ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഓരോന്നായിട്ട് നമുക്കങ്ങ് ചെയ്തെടുക്കാവേ. കണ്ടോ, കണ്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു നിരയിലായിട്ട് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ നിരയിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സീക്വൻസ് ഫ്ലവർ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്വൻസ് ഫ്ലവർ നമുക്ക് കിട്ടും. ഇനി അതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ഇനി അതിന് ശേഷം അതിനകത്ത് കണ്ടോ കുഞ്ഞു കുഞ്ഞു ബീഡ്സുകൾ നമുക്ക് ചെയ്ത് കൊടുക്കണം, ഷുഗർ ബീഡ്സ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഡിസൈൻ. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ഇതേപോലെ ആദ്യം ഒരു ബീഡ്സ് ഫിക്സ് ചെയ്യുക. അടുത്ത ശേഷം തൊട്ടടുത്തായിട്ടൊരു ബീഡ്സ്, പിന്നെ കുറച്ച് താഴേക്ക് നീക്കിയിട്ട് മുകളിലേക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്തങ്ങ് എടുക്കുക. കണ്ടോ, അപ്പോൾ ഒരു 3 ബീഡ്സ് നമുക്ക് അടുപ്പിച്ച് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഡിസൈന്. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഈസി ഡിസൈനാണിത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഡിസൈനാണ് കേട്ടോ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ സ്ലീവിലും ഇതേപോലെ തിക്കായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ആ ഒരു നീയുടെ ഭാഗം വരെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിലേക്ക് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോ, അല്ലെങ്കിൽ ത്രെഡ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.